നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഓസ്ട്രേലിയയിൽ ജലവിമാനം തകർന്നു 3 പേർക്ക് ദാരുണാന്ത്യം. സെസ്ന 208 കാരവാൻ 675 ജലവിമാനമാണ് തകർന്നത്. ഓസ്ട്രേലിയയുടെ പടിഞ്ഞാറൻ മേഖലയിലെ വിനോദസഞ്ചാര കേന്ദ്രമായ റോഡ്നെസ്റ്റ് ദ്വീപിലാണ് ഇത്തരത്തിലൊരു അപകടം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ജലവിമാനത്തിലുണ്ടായിരുന്നത് 7 പേരായിരുന്നു. പൈലറ്റ് അടക്കമുള്ളവർ മുങ്ങിപ്പോയി. സ്വിറ്റ്സർലാൻഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികളും വിമാനത്തിലുണ്ടായിരുന്നു. താഴ്ന്നു പറക്കുന്നതിനിടയിൽ ചുണ്ണാമ്പ് കല്ലിൽ ഇടിച്ച ജലവിമാനം കടലിലേക്ക് കൂപ്പുകുത്തുകയായിരുന്നു. ഫിലിപ്പ് റോക്ക് എന്ന പാറക്കെട്ടിന് സമീപത്ത് വെച്ചായിരുന്നു ഇത്തരത്തിലൊരു അപകടമുണ്ടായത്. ചൊവ്വാഴ്ച വൈകുന്നേരം പെർത്തിലേക്ക് ടേക്ക് ഓഫ് ചെയ്യുമ്പോഴായിരുന്നു അപകടത്തിലേക്ക് കാര്യങ്ങൾ നയിക്കപ്പെട്ടത്. 7 പേരുമായി തോംസൺ ബേക്ക് സമീപത്തായിട്ടാണ് ജലവിമാനം മുങ്ങിയത്. ഡെൻമാർക്ക് പെർത്തിൽ നിന്ന് 20 കിലോമീറ്റർ അകലെയായിരുന്നു അപകടം നടന്ന സ്ഥലം. ജലോപരിതലത്തിൽ നിന്ന് 26 അടിയിലേറെ താഴ്ചയിൽ അടക്കം എത്തിയാണ് രക്ഷാപ്രവർത്തകർ മുങ്ങിപ്പോയവരെ കണ്ടെത്തിയത്. എന്തായാലും ഇത്തരത്തിലൊരു അപകടം, ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നു. അതേസമയം കഴിഞ്ഞ ദിവസം പുറത്തുവന്ന മറ്റൊരു വാർത്തയാണ് വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയറിൽ മൃതദേഹം കണ്ടെത്തിയ സംഭവം. രൂക്ഷഗന്ധമുണ്ടായി. അങ്ങനെ നടത്തിയ പരിശോധനയിലാണ് അസ്വാഭാവിക മണത്തിന്റെ ഉറവിടം മൃതദേഹങ്ങളാണ് എന്ന് കണ്ടെത്തിയത്. ചൊവ്വാഴ്ച രാത്രി അമേരിക്കയിലെ ഫോർട്ട് ലോഡർഡെയിൽ ഹോളിവുഡ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് സംഭവം ഉണ്ടായത്. വിമാനത്തിൽ നടത്തിയ പരിശോധനയിൽ 2 മൃതദേഹങ്ങൾ കണ്ടെത്തി. ന്യൂയോർക്കിൽ നിന്നുള്ള ജെറ്റ് ബ്ലൂ വിമാനത്തിൽ നിന്നാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ടേക്ക് ഓഫിന് പിന്നാലെ വിമാനത്തിന്റെ ടയറുകൾ തിരിച്ചെത്തുന്ന വീൽവെല്ലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മരിച്ച ആളുകൾ ആരാണ് എന്നതിനെ കുറിച്ചുള്ള വ്യക്തത വന്നിട്ടില്ല. ഇവർ എങ്ങനെയാണ് വിമാനത്തിലും കയറി പറ്റിയതെന്ന കാര്യത്തിലും വ്യക്തത വന്നിട്ടില്ല. സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 2 പുരുഷന്മാരുടെ മൃതദേഹമാണ് കണ്ടെത്തിയിട്ടുള്ളത്. ലാൻഡിംഗ് ഗിയർ ഭാഗത്ത് ആളുകളെ കണ്ടെന്ന് ഗേറ്റ് ടെക്നീഷ്യൻ സംശയം പ്രകടിപ്പിച്ചു. ഇതിന് പിന്നാലെയാണ് സംഭവം ഉണ്ടായത്. മൃതദേഹങ്ങൾ ബോവാർഡ് കൗണ്ടി മെഡിക്കൽ എക്സാമിനർ പോസ്റ്റ്മോർട്ടം ചെയ്തു. ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മരണകാരണം എന്താണ് എന്ന് കണ്ടെത്താനാകൂ എന്നാണ് പോലീസ് വിശദമാക്കുന്നത്. അഴുകിയ നിലയിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. വിമാന കമ്പനി ജീവനക്കാർക്കോ ക്രൂ അംഗങ്ങൾക്കോ സംഭവത്തിൽ ബന്ധമുള്ളതായി സംശയിക്കുന്നില്ലെന്നാണ് ദേശീയ ഗതാഗത സുരക്ഷാ ബോർഡ് വിശദമാക്കുന്നത്. സംഭവത്തെക്കുറിച്ച് പ്രതികരിക്കാൻ ന്യൂയോർക്ക് വിമാനത്താവള അധികൃതർ തയ്യാറായിട്ടില്ല. എല്ലാ തിങ്കളാഴ്ചകളിലുമാണ് ജെറ്റ് ബ്ലൂ എയർലൈനിന്റെ എയർബസ് A320 വിമാന സർവീസ് നടത്തുന്നത്. ജമൈക്കയിൽ നിന്ന് പുറപ്പെടുന്ന വിമാനം ന്യൂയോർക്കിലേക്കും അവിടെ നിന്ന് സോൾട്ട് ലേക്ക് സിറ്റിയിലേക്കും പിന്നീട് ഹോളിവുഡിലേക്കും എത്തുകയാണ് ചെയ്യാറ്. 2 ആഴ്ച മുൻപ് മാവിയിൽ നിന്ന് ചിക്കാഗോയിലേക്ക് എത്തി യുണൈറ്റഡ് എയറിന്റെ ലാൻഡിംഗ് ഗിയർ മേഖലയിൽ നിന്നും ഇത്തരത്തിൽ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.